ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്നുള്ളതല്ലോ നിങ്ങൾ തമിഴിൽ കണ്ടേരം മനസ്സിലായിട്ടുണ്ടാവൂലേ. സ്കൂളിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് തലേ ദിവസമാണ് കേട്ടോ. സ്കൂളിൽ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ആയിട്ട് അതൊക്കെ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുക്കാനെല്ലാമായിട്ട് ഒന്ന് പുറത്ത് വന്നതാണ്. കൂടുതലായിട്ട് ടൈമൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനു. പിന്നെ ഞങ്ങൾ ടോപ്കോ സിൽവറില്ലേ അവിടേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടുന്ന് ഹംദക്ക് ഒരു പാദസരം നോക്കാനുണ്ട്. നോക്കാനല്ല, വാങ്ങാൻ. ഇപ്പോൾ ഇനി സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ നമുക്ക് ഗോൾഡൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാൻ സമ്മതിക്കില്ലല്ലോ. ഗോൾഡ് ഇട്ട് കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാദസരം വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. എനിക്കാണെങ്കിലില്ലേ ഈ വെള്ളിൻ്റെ പാദസരത്തോട് വലിയ താല്പര്യമില്ല. ഭയങ്കര കളറായിരിക്കൂലേ. അങ്ങനെ വേറെ എന്തെങ്കിലും വെറൈറ്റി മോഡൽ നോക്കുമ്പോൾ ഈ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവരില്ല ഒരു ബ്ലാക്ക് മുത്തലായിട്ടുള്ള മാല, അതുപോലെ ഒരു പാദസരം കണ്ട്. അപ്പം പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ചെറിയ സ്റ്റോൺ ആയിട്ടുള്ള കമ്മലില്ലേ അതും ഒന്നും എടുക്കുന്നുണ്ട്. ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതാണ്. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 9:30 ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് എത്തണം. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. ഇന്ന് ഹംദൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിൽ. ഇന്ന് ഞങ്ങളെ കൂടെ തന്നെ ഓൾ തിരിച്ചു വരും. 9:30 to 12:30 വരെയാണ് പ്രോഗ്രാം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കലാന്നേ. ഹംദയ്ക്കിപ്പോൾ യൂണിഫോം റെഡി ആയിട്ടില്ല. ഒരു 1 വീക്ക് വരെ ഇവർക്ക് കളർ ഡ്രസ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡേനെ യൂണിഫോം ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ നല്ല രസമുണ്ടാവില്ലേ. പക്ഷേ യൂണിഫോം റെഡി ആവാത്തതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് കളർ ഡ്രസ്സ് തന്നെയായിരിക്കും. സ്കൂളെത്തുമ്പോഴുള്ള ആ ഒരു ടൈമിലില്ലേ ശരിക്കും പറഞ്ഞാൽ സങ്കടമാണോ സന്തോഷമാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. അങ്ങനെയായിരുന്നു. കുറച്ച് കാലമായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനില്ലേ അതെനിക്കുണ്ട് കേട്ടോ. ഇനി വീട്ടിലുണ്ടാകുന്ന ടൈം വളരെ കുറവായിരിക്കൂലേ. സ്കൂളെല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് പോയില്ല ചെയ്യുക. അതെല്ലാം ഓർക്കുമ്പോഴുള്ള ചെറിയൊരു ടെൻഷനുണ്ട്. അങ്ങനെ ഹംദനെ വെൽക്കം ചെയ്ത് ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 9:30 ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് പാരൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് LKG മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് മുതൽ ഹംദക്ക് പനിയും കഫക്കെട്ടെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പനിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് അന്നേരമാണ് കുറച്ചൊന്ന് ഓക്കെ ആയത്. എന്നാലും ഓൾക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നും അല്ലാണ്ട് പോവാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ഇടങ്ങാറായി പോവെന്ന് വിചാരിച്ചിന്. പക്ഷെ വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല. I'm Sabrina. And I'm Sana. We are the hosts for this special event. We are delighted to see so many smiling faces here today. Let's welcome our vibrant Choda dancers on stage to welcome our everyone.
colleagues, and all who are gathered over here. Assalamu alaikum and good morning to all of you. It's with great pleasure I welcome all of you to the opening day. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ടീച്ചേഴ്സിൻ്റെ സോങ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം ഞാൻ കൊടുക്കുന്നില്ല വോയിസ്, കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്, അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒരുപാട് വളരുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് കുറച്ചെങ്കിലും സൈലൻ്റായി ഇരിക്കുന്ന നമ്മുടെ LKG കുട്ടികളെന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ കയ്യിലുണ്ടാവും. നമ്മളുടെ കയ്യിൽ നിന്ന് ആ ചരട് വെട്ടിയാൽ എന്താ സംഭവിക്കുക? കുട്ടികൾ അവർക്ക് തോന്നുന്ന പോലെ പോകും. അപ്പോൾ ആ ഒരു പട്ടം പറത്തുന്ന ഒരു പരിപാടിയാണ് രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. It is my immense pleasure and gratitude that I stand before you today to extend my heartfelt thanks as we celebrated the opening of our kindergarten. Firstly, I would like to thank our distinguished guests for gracing this occasion with their presence. I thank each one of you for your support to this institution. On behalf of entire school. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ നല്ലപോലെ ടയർഡായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടികളെല്ലാം LKG കുട്ടികളെല്ലാം സ്റ്റേജിൽ കയറ്റിയിട്ട് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ അമ്മ കയറില്ല എന്നായിരുന്നു ആദ്യം വിചാരിച്ചത്, പക്ഷേ ഓള് വേഗം കയറിയിരുന്നു കേട്ടോ, മാഷാ അല്ലാ. എന്നിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ ഒക്കെ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു, പനി ഇങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഓള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒക്കെ സ്കൂളിൽ വരാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മടിയൊന്നുമില്ല, മാഷാ അല്ലാ. പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്നല്ലാതെ ഇതുവരെ പറഞ്ഞിട്ടില്ലേ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. മടിയൊന്നുമില്ല, വേഗം പോകണം, ബസ്സിലാണ് പോവുക, സ്കൂളിൽ പോവുക എന്നെല്ലാം പറയുമ്പോൾ രാവിലെ എണീക്കുകയല്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ക്ലാസ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഹംദൻ്റെ ടീച്ചർ അവിടെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക, പരിചയപ്പെടുക, പിന്നെ ഇവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്, അത് കളക്ട് ചെയ്യുക, അങ്ങനെയെല്ലാം ആയിട്ട്. ക്ലാസ്സിലെത്തിയാലും പിന്നെ ഹംദക്ക് തിരിച്ച് പോകേണ്ട മനസ്സേ ഇല്ല കേട്ടോ. അവൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ലേനും, കുറേ നേരം കളിച്ച് അവിടെ അങ്ങനെ നിൽക്കുക ചെയ്തിന്.
അവിടെ എത്തിയിട്ട് ഇവിടെ ഒരേ കളിയാണ്, വരേണ്ട മനസ്സേ ഇല്ല. അങ്ങനെ നാളെ രാവിലെ ഞങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് തിരിച്ച് പോയിട്ടുള്ളൂ. നാളെ ഇനി നോക്ക് രാവിലെ മുതൽ ഈവനിങ് വരെ ഉണ്ടാവും കേട്ടോ ക്ലാസ്. സ്കൂൾ വണ്ടിക്ക് തന്നെയാണ് വരിക. ബസ്സിന് പോവുമെന്ന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ വന്ന് കളിയെല്ലാം ആയതുകൊണ്ട് എന്തായാലും പോവുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഇതാണ് കേട്ടോ അവൻ്റെ ഗിഫ്റ്റ് ടീച്ചേഴ്സ് കൊടുത്ത. ഇനി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നുള്ളത്. ഞാൻ മനസ്സിലാക്കി സുഖമില്ല. അങ്ങനെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ മട്ടന്നൂരാണ് കേട്ടോ പോകുന്നുള്ളത്. ഹംദൻ്റെ ചെറിയ പ്രായത്തിൽ പിന്നെ പ്രസവിച്ച മുതലേ ഞങ്ങൾ ഇവിടെയാണ് അവളെ കാണിക്കുന്നത്. ഇവിടെ വന്നാൽ മതി കേട്ടോ, അവൾക്ക് മരുന്നൊന്നും കുടിക്കണമെന്നില്ല, ജസ്റ്റ് ഇവിടെ വന്ന് കാണിച്ചാൽ മതി. അപ്പം തന്നെ മാറിക്കോളും, എല്ലാം ഓക്കെ ആയിക്കോളും. ഇത് പിന്നെ പിറ്റേ ദിവസമാണ്. പുറത്ത് രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ഹംദൻ്റെ സ്കൂളിലേക്കുള്ള സാധനമെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. ബാഗെല്ലാം വാങ്ങിയിട്ട് അവിടെ അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ള. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ഇന്ന് ഞാൻ മനസ്സിലായി വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ബുക്സൊന്നും എടുക്കണ്ട. പിന്നെ ലഞ്ച്, സ്നാക്സ്, വാട്ടർ ഇതെല്ലാം കൊടുത്തു വിടണം. പിന്നെ രാവിലെ ഒന്നിനും ടൈമില്ല കേട്ടോ, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്, എല്ലാം എടുത്ത് വെക്കണം. പിന്നെ അവൾ ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. അതെല്ലാമായിട്ട് പിന്നെ എണീപ്പിച്ച് ഒരുക്കാൻ തന്നെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമല്ലേ. അതിൻ്റെ എല്ലാം ഒരു പിന്നെ ഹംദനെ കുറച്ച് നേരത്തെ തന്നെ എണീപ്പിച്ചിട്ടുണ്ടേനു. ഓൾക്ക് ഞാൻ രാവിലെ ചായ കൊടുക്കലില്ല. വെള്ളം, മുട്ട, ബ്രെഡ് അങ്ങനെയെല്ലാം ആയിട്ടാണ് കൊടുക്കൽ. ഇന്ന് മുട്ടയും കൊടുത്തിട്ടില്ല, തലേന്ന് പനിയുള്ളതുകൊണ്ട്. ഇന്നും ചെറിയ പനിയെല്ലാം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ദിവസം തന്നെ ആബ്സെൻ്റ് ആവുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ മരുന്നൊക്കെ കൊടുത്തരം പിന്നെ ഓക്കെ ആയാലും അയക്കാമെന്ന് വിചാരിച്ച്. ഇത് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഓർഡർ ആക്കിയതാണ് കേട്ടോ. ഈ ബുക്കിന് ഒട്ടിക്കുന്ന മെയിൽ സ്ലിപ്പില്ലേ അത്. ഇതിൽ ഹംദൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, പിന്നെ ക്ലാസ്, പിന്നെ സൈഡിൽ നമുക്ക് ബോട്ടിലെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാവും. പിന്നെ ബാഗ്, ടിഫിന്, ബോട്ടിൽ, ലഞ്ച് ബോക്സ്, അങ്ങനെ പേന, പെൻസിലിനെല്ലാം സ്റ്റിക്കർ ഉണ്ടാവും, പേര് എഴുതിയിട്ടില്ല. അതെല്ലാം ഉള്ളതുകൊണ്ട് എവിടെയും വിട്ടുപോകില്ല. ഇപ്പോൾ ഇങ്ങനെയാണല്ലോ. പിന്നെ എല്ലാവർക്കും അധികം സാധനങ്ങൾ ടീച്ചേഴ്സെല്ലാം ഇപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ ഇതാരെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൽ നമുക്കിത് ചെയ്തു വെച്ചാൽ നല്ലതല്ലേ. പിന്നെ ടീച്ചേഴ്സ് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിന് അവരെ സാധനത്തിൻ്റെ മേളിലെല്ലാം ഒന്ന് പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന്. നമുക്കിപ്പോൾ 1-2 ദിവസത്തേക്ക് മാത്രം ഇതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. ഏതായാലും ഇത് ഉപകാരപ്പെട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ് കേട്ടോ. പിന്നെ വാട്ടർ പ്രൂഫാണ്. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് നല്ല. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ബോട്ടിലും ലഞ്ച് ബോക്സിൻ്റെ മുകളിലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നനയുമ്പോൾ വിട്ടു പോകില്ലേ. ഇത് അങ്ങനെയല്ലാന്ന് പറഞ്ഞേ. ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അറിയിക്കാം കേട്ടോ.
സ്നാക്സ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ടെല്ലാം കൊടുക്കാമെന്നു വിചാരിച്ചിന്. പിന്നെ തലേ ദിവസം ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഇത് കണ്ടേരം ഹംദയ്ക്ക് ഇതന്നെ വേണമെന്നുള്ള പറഞ്ഞിട്ട് ഞാൻ ഇത് വെച്ച് കൊടുക്കാമെന്നായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, അങ്ങനെ കരയിപ്പിച്ചിട്ട് അയക്കണ്ടെന്ന് വിചാരിച്ച് അതന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലഞ്ചിന് ഞാൻ ഒറോട്ടിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഒറോട്ടിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഭയങ്കര ചൂടാണ് കേട്ടോ, മുറിച്ചിടാൻ പറ്റുന്നില്ല. പിന്നെ ഒറോട്ടിൻ്റെ കൂടെ ചിക്കനുമാണ് വെച്ച് കൊടുക്കുന്നത്. ചിക്കനൊന്നും കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല. ഈ ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അത് കൊടുക്കുക. അത് മുട്ടയെല്ലാം കൊടുക്കുമ്പോൾ കുറച്ച് സ്മെല്ലുണ്ടാവില്ലേ. ബസ് വരുന്ന ടൈം 9 മണിക്കാണ് കേട്ടോ. വൈകുന്നേരം ഒരു 4:30 ടൈമിലുമാണ് ഉണ്ടാകുക. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച്, കറക്റ്റ് ടൈം അറിയില്ലല്ലോ. അങ്ങനെ ലേറ്റായി പോകണ്ടെന്ന് വിചാരിച്ച്. ഇന്ന് എന്തെങ്കിലും ഒരു കളർ ബുക്കോ റഫ് നോട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ കളർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ബുക്സൊന്നും ക്ലാസ് തുടങ്ങാനായിട്ടില്ലല്ലോ. പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി ഞാൻ ബാഗിൽ വെക്കുന്നുണ്ട്. കുട്ടികളല്ലേ, ഇപ്പോൾ എന്തെങ്കിലും അയക്ക് പറ്റിയെങ്കിലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് എക്സ്ട്രാ വെക്കുന്നുണ്ട്. ഇനി ടാസ്ക് എന്ന് പറയുന്നത് ഇവൾക്ക് ഫുഡ് കൊടുക്കലാണ് കേട്ടോ. ഫുഡ് കഴിക്കുകയേ ചെയ്യില്ല. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇങ്ങോട്ട് വിശക്കുന്നതെന്നുള്ള ഒരു വാക്കുകൾ പറയൂല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചാലേ കഴിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവളങ്ങനെ കഴിക്കുന്നുമില്ല. ഒരു തവണയേ വാങ്ങിയിട്ടുള്ളൂ, പിന്നെ കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ടായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയെല്ലാം റെഡിയായിട്ട് ഞങ്ങളിനി ബസ്സിൻ്റെ സ്ഥലത്തേക്ക് പോക്കാണ് കേട്ടോ. മെയിൻ റോഡിനാണ് പോകുന്നത്. ബസ്സായതുകൊണ്ട് അങ്ങോട്ടേക്ക് വരില്ല. നമുക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യലാണ്. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കുറച്ച് ടൈം ആകുമ്പോൾ തന്നെ കറക്റ്റ് ഒരു 9 മണി കഴിയുന്ന ടൈമിൽ തന്നെ ബസ് വന്നിട്ടുണ്ടേനു. അവൾക്ക് പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമേ ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. അവൾ ഓക്കെയാണ്. അന്ന് എന്തോ പോലെ ഉണ്ടേനു കേട്ടോ വീട്ടിൽ വന്നേരം. എന്താ പറയുക, ഒച്ചപ്പാടും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 4:30 ആ ഒരു ടൈമിലുണ്ട് ഞങ്ങൾ തിരിച്ച് കൂട്ടാൻ പോയിനേനു. പോയിട്ട് ഓൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല തന്നെയാണ് കേട്ടോ, മാഷാ അല്ലാഹ്. ഈ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.